കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല. അതിനൊരു തീപ്പൊരി വേണം. ഞങ്ങൾ മൂന്നാൾ വന്നിരുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് പൂണി ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഭാര്യ, ഇത് ഒരു പക്ഷെ എന്റെ ചവിട്ടുപടി ആയിരിക്കും. അന്ന് കാട്ടുതീ പടർന്നു. ഇതാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് നടമണ്ട, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ആദ്യം ബാക്കപ്പ് ഉണ്ടാക്കി. ഇതിന്റെ പിന്നാലെ നടന്ന എല്ലാവരും ടൈം സമയം എടുക്കും, അപ്പൊ ആദ്യത്തിൽ ബാക്കപ്പ് ആക്കും, എന്നിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിളിച്ചത്. നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. കാരണം എൻ്റെ പേര് സ്വാലിബിലല്ലാതെ ഞാൻ പാലക്കാട് ഒറ്റപ്പാലത്തിലാണ് വരുന്നത്. ഞാനിവിടെ 2022 ഇവിടുത്തെ ബാച്ചിൽ വന്നതാണ്. 2023 ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഭാഗമായിട്ട് ഇവിടുന്ന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് 1 ഇയർ ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം നവംബറിലാണ് അവിടുന്ന് ഇറങ്ങിയത്. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് 1 ഇയർ. അതിനുശേഷം ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു 5 മാസം. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പ്ലേസ്മെന്റ് ആയിരുന്നു. എനിക്ക് ഖത്തറിലായിരുന്നു എൻ്റെ പ്ലേസ്മെന്റ് ഉണ്ടായത്. പറയാനുള്ളത്, ഇവിടെ പഠിക്കുമ്പോൾ കുറെ ആൾക്കാർ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിക്കാനൊക്കെ ഉണ്ടാവും. ഇവിടെ എനിക്ക് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ എന്താ മൈൻഡിൽ കയറുന്നത്, അതിനായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് നിങ്ങൾ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ടൈമിലും നിങ്ങൾക്ക് അത് അത്ര ബാധിക്കില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് 1 ഇയർ ടൈമിൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. മാക്സിമം എല്ലാ സപ്പോർട്ട് ഇവരെ നമുക്ക് തരും. എന്ത് ആവശ്യത്തിന് ഇവിടെ വിളിച്ചാലും ഇവരെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും ഇവർ പറഞ്ഞു.